استحضار معیت ایمان کی علامت، اللہ کے استحضار کا ہر آن جاری رہنا۔ سرکار دو عالم امتحان لے رہے ہیں۔ حضرت سیدنا عمر رضی اللہ تعالی عنہ سے پوچھ رہے ہیں، اے عمر اگر ضبطہ خبر ہو تو بتا کیا کرے گا؟ حضرت عمر رضی اللہ تعالی عنہ جس کو سرکار فرماتے ہیں اگر نبوت جاری رہتی عمر نبوت کے مستحق ہوتے۔ آپ سرکار کے خسر، آپ کی وجہ سے اسلام چمکا، ایسی ہستی کو اے عمر رختہ خبر ہو تو کیا کرے گا؟ ان کے بھی قربان ہونا، وہ یہ نہیں کہہ رہے ہیں میں مہاجر ہوں، میں دین پر اتنی خدمت کیا، میں ایسا کیا، میں کچھ نہیں۔ استحضار میرا ایمان کا اگر یہ ہے اس کی شہادت دیجئے، ثبوت دیجئے۔ سرکار دو عالم صلی اللہ علیہ وسلم فرماتے ہیں جس حال میں اللہ تیری روح کو قبض کرے گا انفاق کے روح کے وقت وہی حال رہے گا۔ کیا کہہ رہے ہیں؟ قسم ہے اس کی جس کے قبضے میں میری جان ہے، اس استحضار سے میں خبر کو چیر دوں گا۔ بزرگوں، دین کا علم صحابہ جو حاصل کیے، سرکار دو عالم جو دیے، ہم ہٹ گئے اس سے، ہم مخلوق کا علم حاصل کر رہے ہیں۔ ابن تیمیہ، ابن جوزی، حافظ حجر عسقلانی، کدھر صحابہ سرکار فرمائے ہیں ان کے کتابیں پڑھ کے مرسرہ میں عالم ہو گیا۔ کہاں سے ہوا عالم؟ عالم کون؟ اللہ کو جاننے والا، ماں سوا اللہ کو جاننے والا عالم نہیں۔ اللہ کو جانو، ایک خبر سامنے ہے، قاضی صاحب کہے ہم سب جائیں گے، کیسا خبر سے بچیں گے؟ ایمان سے بچیں گے، اولاد سے نہیں، دولت سے نہیں، کسب سے نہیں، شہرت سے نہیں، ایمان سے بچیں گے۔ അല്ലാഹുവിന്റെ മഅയ്യത്ത് അവൻ കൂടെയാണ് എന്നുള്ള ഈ അവസ്ഥയുടെ സദാസമയത്തുള്ള ബോധത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല തന്നോടൊപ്പമുണ്ടെന്ന ആ ബോധം നിലനിർത്താൻ കഴിയുന്നവര് മാത്രമാണ് ഈമാനിന്റെ വക്താക്കൾ. യഥാർത്ഥത്തിൽ അവര് ആ ഈമാനിലൂടെ അവരുടെ ഈ ഭൗതിക ലോകത്തും അവരുടെ പാരത്രിക ലോകത്തും എല്ലാ രംഗത്തും ആ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നതിയും വിജയവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അതല്ല ഉമറെ, തങ്ങളെ അഥവാ ഖബർ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഖബർ ഞെക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആരാണ് മഹാനവർകള്? ബഹുമാനപ്പെട്ട ഒരു ശൈഖിന്റെ ഉന്നതമായ പദവിയുള്ളവര്, ഖുലഫാഉർ റാഷിദീങ്ങൾ അത്യുന്നതരായവര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശൻ എന്ന പദവിയുള്ളവര്, ഇസ്ലാമിന്റെ എത്രയോ വിജയങ്ങൾ അവരിലൂടെയാണ് ലഭ്യമായിട്ടുള്ളത്. ശൈത്താൻ തന്നെ അവരെ കണ്ടാൽ ഓടിപ്പോകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്റെ ശേഷം ആരെങ്കിലും നബിയാവുകയാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉമറായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിത്യാദി ഈ വിശേഷണങ്ങൾക്കൊക്കെ ഉടമയായ ആ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, നിങ്ങളെ ഖബർ ഞെക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ നമ്മൾ